Hello everyone, welcome back to Salem Learning. It's me Anurekna, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, എൻ്റെ കുട്ടികളെ എല്ലാവരും ഇൻഡിജേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞതായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് കുറച്ചധികം പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അത് കുറച്ച് കൺഫ്യൂഷൻ ആണ് എന്നുള്ള രീതിയിലൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കും അല്ലേ. പക്ഷെ അതൊന്നും ഇനി ഇല്ല, നമ്മൾ അത് ഇന്ന് ക്ലിയർ ചെയ്യും. പിന്നെ നമുക്കൊക്കെ അത് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുമായിരിക്കും. ക്ലാസ് കണ്ടിട്ട് എൻ്റെ കുട്ടികൾ ഇനി എന്ത് ചെയ്യണം, ഒന്നുകൂടെ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് നോക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കത് ഓരോ ചോദ്യത്തിലേക്ക് ഇങ്ങനെ പോകാം. ഇനി എവിടെ നിന്നാണോ സംശയം ഉണ്ടാവുന്നത് അതെൻ്റെ മക്കൾ എന്ത് ചെയ്താൽ മതി, കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മിസ് എന്തായാലും പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഏതാ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. നല്ല ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് നല്ലപോലെ എഴുതിയെടുക്കാം. ഞാൻ ഇവിടുന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, അവിടെ ഇരുന്നിട്ട് ഓരോരോ കാര്യങ്ങളായിട്ട് സ്റ്റെപ്പ് വൈസ് ആയിട്ട് ആൻസർ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, റെഡി? അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം എന്താണ്? ആദ്യത്തെ ചോദ്യം സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. കാണുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും, പക്ഷെ സിമ്പിളാണ്. എന്താ നമ്മളെ ചോദ്യം? ദ ടെമ്പറേച്ചർ അറ്റ് 12 noon അല്ലേ. അപ്പോൾ ഉച്ചയ്ക്ക് 12 മണിയാണ്. 12 noon വാസ് 10 degrees Celsius above 0. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എബോവ് 0 എന്ന് പറഞ്ഞാൽ എന്താടാ? സീറോയുടെ മുകളിൽ എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് നമ്പർ ആണ്. അപ്പോൾ 10 degrees Celsius എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 10 ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ എന്താ പറയുന്നത്? ഇഫ് ഇറ്റ് ഡിക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് 2 degrees Celsius പെർ ഹവർ അണ്ടിൽ മിഡ് നൈറ്റ് അല്ലേ. ഓരോ മണിക്കൂറിൽ 2 degrees Celsius വെച്ചിട്ട് 2 degrees Celsius വെച്ചിട്ട് കുറയും. ആൻഡ് അറ്റ് വാട്ട് ടൈം വുഡ് ബി ദ ടെമ്പറേച്ചർ ബി 8 degrees Celsius ബിലോ 0. അപ്പം നോക്കണം, എന്താണ് 8 degrees Celsius ബിലോ 0 അല്ലേ. സീറോയുടെ ബിലോ എന്ന് പറയുമ്പോൾ അത് എന്താണ്? -8 ഡിഗ്രി ആണ്. വെറും 8 അല്ല, പോസിറ്റീവ് 8 അല്ല, അത് -8 degrees Celsius ആണ്. അപ്പം നോക്കിക്കേ, 10 degrees Celsius ഉള്ളത് -8 degrees Celsius ആയി. അങ്ങനെയാണെങ്കിൽ അത് ഏത് സമയത്തായിരുന്നു എന്നാണ് ചോദ്യം അല്ലേ. എത്രാം സമയത്തായിരുന്നു? അപ്പം നമ്മളോട് പറഞ്ഞത് എന്താ? 12 noon ഉച്ചയ്ക്ക് 12 മണിക്കാണ് 10 degrees Celsius പോസിറ്റീവ് 10 ഉണ്ടായിരുന്നത്. അത് -8 മാറണമെങ്കിൽ അവിടെ എത്ര സമയം പിന്നിട്ടു എന്നുകൂടെ നമുക്ക് എന്താക്കണം, കണ്ടുപിടിക്കണം. അത് മാത്രം കണ്ടുപിടിച്ചാൽ മതിയോ? പോരാ. എന്താ വേണ്ടേ? വാട്ട് വുഡ് ബി ദ ടെമ്പറേച്ചർ അറ്റ് മിഡ് നൈറ്റ് അല്ലേ. നമ്മൾ മിഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രി 12 മണിയാണ് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന എന്തുകൂടെ കണ്ടുപിടിക്കണം? ഡിഗ്രി സെൽഷ്യസ് അല്ലേ. ടെമ്പറേച്ചർ എത്രയാണ് എന്നുകൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ അത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ആദ്യം എൻ്റെ കുട്ടികളെ ഒരു നമ്പർ ലൈൻ വരച്ച് നോക്കാം. അപ്പോൾ ആ നമ്പർ ലൈനിൽ തന്നെ നമ്മൾ നമ്പേഴ്സുകൾ അടയാളപ്പെടുത്തി കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് എന്താവും, ആൻസർ നല്ലോണം സിമ്പിളായിട്ട് കിട്ടാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം മിസ് എന്താക്കുന്നുണ്ട്, ഒരു നമ്പർ ലൈൻ ഇത് അവിടെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സിമ്പിളായിട്ട് എന്തുണ്ട്, സീറോയുടെ റൈറ്റ് സൈഡിലേക്ക് പോകും അല്ലേ. സീറോയുടെ അബോവ് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് 10 ആണ്. സീറോയുടെ ബിലോ എന്ന് പറഞ്ഞാൽ എന്താണത്? നെഗറ്റീവ് നമ്പർ ആണ്. അപ്പോൾ നോക്കിക്കടാ, 10 degrees Celsius നിന്നും -8 അല്ലേ, -8 എത്തി എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ നമ്മൾ കാണുന്നത് 12 മണിക്കാണ്, 12 PM കാണുന്നത്, ഉച്ചയ്ക്ക് 12 മണി. അവിടെ നിന്ന് നമ്മൾ 8 എത്തി എന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കണേ. 1 2 3 4 5 6 7 8 9 10. 0 വരെ എന്തുണ്ടാവും? 10 വരെ ആയില്ലേ. അടുത്തെന്താ? 11 12 13 14 15 16 17 18. എൻ്റെ വരയ്ക്കൊക്കെ ഒരു വളവൊക്കെ ഉണ്ട് അല്ലേ, അത് നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ എത്രയുണ്ട്? 18 degrees Celsius ആണ് നമ്മൾ ബാക്കോട്ടേക്ക് പോയത് അല്ലേ, പുറകിലോട്ട് പോയത്. അപ്പോൾ നോക്കിക്കേ, നിങ്ങൾ 18 degrees Celsius വരെ പോയപ്പോഴാണ് -8 ആയത്. അപ്പോൾ നോക്കണേ, ഈ 10 degrees Celsius നിന്നും നിങ്ങൾ -8 degrees Celsius ആവാൻ നിങ്ങൾ എത്ര ഡിഗ്രി സെൽഷ്യസ് പിന്നിട്ടു? 18 degrees Celsius അല്ലേ, 18 degrees Celsius പിന്നിട്ടു. ഇതെങ്ങനെയാണ് കിട്ടിയത്? അത് വേണമെങ്കിൽ സിമ്പിളായിട്ട് ഇത് എണ്ണി നോക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതിയായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ? 10 -8 ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ 10 degrees Celsius നിന്നും -8 ഡിഗ്രി എന്ത് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക, കുറച്ച് നോക്കുക. അപ്പോൾ എന്താ വരിക? 10 + 8 എന്ന് വരും. എന്ന് പറഞ്ഞാൽ 18 degrees Celsius ആണ്. ഇത് നമുക്ക് കിട്ടിയത് എന്താ? എത്ര ഡിഗ്രി സെൽഷ്യസ് പിന്നിട്ടു എന്ന് മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷേ അത് എത്ര സമയത്താണ് എന്നാണ് നമ്മൾ ആദ്യത്തെ ചോദ്യം അല്ലേ. അപ്പോൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, 2 degrees Celsius 1 ഹവറിലേക്ക് കുറയുന്നുണ്ട് അല്ലേ. ഓരോ ഹവർ കഴിയുന്നതിനനുസരിച്ച് 2 degrees Celsius കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത്. ഇവിടെ എത്ര ഡിഗ്രി സെൽഷ്യസ് പിന്നിട്ടു?
18 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞ് അല്ലേടാ. ഇത് ഇവിടെ നമുക്ക് 2 ഡിഗ്രി സെൽഷ്യസ് ഒരു ഹവറിലേക്കാ, പക്ഷെ 18 ഡിഗ്രി സെൽഷ്യസ് അപ്പം എത്ര മണിക്കൂറിലേക്ക് എത്ര ഹവറിലേക്കായിരിക്കും പിന്നിട്ടിട്ടുണ്ടാവുക? എടാ നോക്കിക്കേ, ഇവിടെ 2 ഡിഗ്രി സെൽഷ്യസിന് നേരെ പകുതിയാണ് 1 ഹവർ അല്ലേ, 2യുടെ നേരെ പകുതിയാണ് 1. അപ്പം എന്തായാലും 18 ഡിഗ്രീൻ്റെ നേരെ എന്തായിരിക്കും, ഹാഫ് ആയിരിക്കും ഹവർ വരിക അല്ലേ. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ആൻസർ കിട്ടും. അപ്പം നോക്കിക്കേ, ഇവിടെ 2 ഡിഗ്രിക്ക് 1 ഹവർ ആണെങ്കിൽ 18 ഡിഗ്രി സെൽഷ്യസിന് എത്ര ഹവർ ആയിരിക്കും? 9 ഹവർ ആയിരിക്കും, 9 മണിക്കൂർ ആയിരിക്കും 9 ഹവർ. അപ്പം 9 ഹവർ പിന്നിട്ടു എന്ന് പറഞ്ഞാൽ ഇത് നോക്കിക്കേ, നമുക്ക് ഇവിടെ എത്ര മണിയായിരുന്നു? ഉച്ചയ്ക്ക് 12 മണിയായിരുന്നു. 12 PM നിന്നും വീണ്ടും 9 ഹവർ അല്ലേ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇത് നമ്മൾ എണ്ണി പോകും അല്ലേ, ഉച്ചയ്ക്ക് 1 മണി 2 മണി എന്നുള്ള രീതിയിൽ എണ്ണി പോകും. ഇത് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് 9 ഹവർ പിന്നിട്ട് ഇവിടെ എത്തും രാത്രി അല്ലേ, നൈറ്റ് 9 PM എത്തും. അപ്പോൾ ഇതാ ഇവിടെ എത്തുമ്പോഴേക്കും നൈറ്റ് 9 PM ആയിട്ടുണ്ടാകും. PM ആണേ, വെറും M അല്ല. ഓക്കെ, 9 PM ആയിട്ടുണ്ടാകും. റെഡി അല്ലേ? അപ്പോൾ ഏത് സമയത്ത് എത്തിയത്? 9 PM ആവുമ്പോഴാണ്, രാത്രി 9 മണി ആയപ്പോഴാണ് -8 ഡിഗ്രി സെൽഷ്യസ് അവിടെ ഉണ്ടായത്. ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ല. ക്വസ്റ്റ്യൻ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താ? രാത്രി 12 മണിയാവുമ്പോൾ അല്ലെ, മിഡ് നൈറ്റ് ആവുമ്പോൾ ഉള്ള ടെമ്പറേച്ചർ എത്രയായിരിക്കും? അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം? അതേ നമുക്കിതാ 9 മണിയിൽ നിന്നും 12 മണിയിലേക്ക് പോയി നോക്കേണ്ടി വരില്ലേ? അപ്പോൾ ഇതാ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നുകൂടെ ഒരു നമ്പർ ലൈൻ കൂടെ വരയ്ക്കുന്നുണ്ട്. ഇതേ നമ്പർ ലൈൻ തന്നെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഇതേ ഒന്ന് ശ്രദ്ധിക്കുക. ഇതേ നമ്പർ ലൈൻ തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നു, അപ്പുറത്തേക്ക് എടുത്തിട്ടൊന്ന് വരയ്ക്കുന്നുണ്ട്. എൻ്റെ കുട്ടിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതേ സാധനം ഞാനിത് അവിടെ വരയ്ക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്, ഇത് ഇവിടെ കഴിഞ്ഞത് 9 മണിയാണ്, ലാസ്റ്റ് 9 മണി വരെയാണ് കഴിഞ്ഞത്. ഞാനത് കുറച്ചുകൂടെ നീട്ടി വരച്ചു. റെഡിയേ? നോക്കണേ, ഇനി നോക്കട്ടെ, നിങ്ങൾ നോക്കിക്കേ. ഇത് 9 മണി കഴിഞ്ഞ് നെക്സ്റ്റ് എത്ര വരും? 10 11 12 ഇല്ലേ? അപ്പോൾ ഇതാ 3 മണിക്കൂറുടെ മുന്നോട്ട് പോയാൽ എന്തായി? 12 AM ആയിട്ട് മാറും. അപ്പം നോക്കട്ടെ, ഞാനിതാ 3 മണിക്കൂറൂടെ പോവാന്ന് പറഞ്ഞാൽ ഇതേ 1 2 3 അല്ലേ, ഇതാ 1 2 3. അപ്പം നോക്കണേ, ഓരോ മണിക്കൂറിൽ അല്ലേ, ഒരു ഹവറിൽ അല്ലേ, 1 ഹവറിൽ 2 ഡിഗ്രി സെൽഷ്യസ് വെച്ച് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്, കുറയാണ് ചെയ്യുന്നത്. അപ്പം നോക്കടാ, ഞാനിതാ ഈ ഒരു ഭാഗം മാത്രം കുറച്ചുകൂടെ വലുതാക്കി വരയ്ക്കുന്നുണ്ട്. ഇവിടെ ഇത് നോക്കണേ, ഇവിടെയാണ് -8 ഡിഗ്രി സെൽഷ്യസ് അറ്റ് 9 PM കിടക്കുന്നത് അല്ലേ, 9 PM ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം നമുക്കിതാ 12 AM എത്തണം. അപ്പം നോക്കിക്കേ, ഇവിടെ എത്തുമ്പം 10 PM ആയി അല്ലേ, 10 PM ആൻഡ് 11 PM ദെൻ 12 AM. അതല്ലേ മിഡ് നൈറ്റ് എന്ന് പറയുന്നത്. നമുക്കിതാ ഇവിടെ ഉള്ള വാല്യൂ എത്രയാണ്, ഡിഗ്രി സെൽഷ്യസ് എത്രയാണെന്നാണ് കിട്ടണ്ടേ. അപ്പം നോക്കിക്കേ, -8 നിന്നും 2 ഡിഗ്രി വീണ്ടും കുറയണം അല്ലേ, നമുക്ക് ഇനിയും സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? -8 -2 ചെയ്താൽ മതി. -8 -2 എന്താ വരിക? 2 നമ്പറും കൂടെ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ ഇടണം. എന്ന് പറഞ്ഞാൽ -10 ഡിഗ്രി സെൽഷ്യസ് വരും അല്ലേ, -10 ഡിഗ്രി സെൽഷ്യസ് ആയി. വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞാൽ, 1 ഹവർ കഴിഞ്ഞാൽ വീണ്ടും എന്താവുടാ? 2 മണിക്കൂർ വെച്ച് വീണ്ടും ഡിക്രീസ് ചെയ്യും അല്ലേ, 2 ഡിഗ്രി സെൽഷ്യസ് വീണ്ടും ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇതാ വീണ്ടും എന്ത് ചെയ്യണം? -10 -2 എന്ന് പറഞ്ഞാൽ യെസ് -12 ഡിഗ്രി സെൽഷ്യസ് ആയി. വീണ്ടും 2 മണിക്കൂർ കുറഞ്ഞാലേ മിഡ് നൈറ്റ് ആവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ -12 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും വീണ്ടും എന്ത് ചെയ്യണം? 2 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കണം. അപ്പോൾ എത്രയായിട്ട് മാറും? -14 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറും. ശരിയല്ലേ? അപ്പോൾ ദാ നമ്മളെ മിഡ് നൈറ്റിൽ എത്ര സമയമാണെന്നായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നത്. അത് എത്രയാണ് വരുന്നത്? യെസ്, അത് -14 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ നമ്പർ ലൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ടുള്ള അതിന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇത് നമുക്ക് 12 PM അല്ലെ, ഉച്ചയ്ക്ക് 12 മണിയാണ് 10 ഡിഗ്രി സെൽഷ്യസ്. അത് ദേ -8 ഡിഗ്രി സെൽഷ്യസ് ആയത് എത്ര മണിക്ക് അല്ലെങ്കിൽ എത്ര ടൈമിലാണെന്ന് ചോദിച്ചു. നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? 9 PM ആണെന്ന് കണ്ടുപിടിച്ചു. അവിടെ നിന്ന് വീണ്ടും മിഡ് നൈറ്റിൽ എത്തുമ്പോൾ എത്ര ഡിഗ്രി സെൽഷ്യസ് ആവുമെന്ന് ചോദിച്ചപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു അല്ലേ. നമുക്ക് 2 ഡിഗ്രി സെൽഷ്യസ് കുറച്ചാൽ മതി. പക്ഷേ ഇവിടെ നെഗറ്റീവ് സൈനും പോസിറ്റീവ് സൈനും കൂടെ നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം പ്രോബ്ലം ചെയ്യാൻ.
ഓക്കെ, റെഡി ആണല്ലോ? അപ്പോൾ അത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ശരിക്കും നിങ്ങളുടെ ഓരോ പ്രോബ്ലത്തിലും കൊടുത്തത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു ചോദ്യം നിങ്ങൾ ഹോംവർക്കായിട്ട് എടുത്തിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ, ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. അപ്പോൾ ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നുണ്ട് അല്ലേ? അതൊക്കെ ആയിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാം, നമ്മൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒക്കെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ ഒക്കെ ആയിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരെ ബൈ ബൈ, സീ യു.